എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്കൊരു കോളിഫ്ലവർ ഇറച്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്കതിനു വേണ്ടി നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിന് മസാലയ്ക്ക് വേണ്ടി ഒരു 3 സവാള, ഒരു 1.5 തക്കാളി, ഒരു 4 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി 2 എണ്ണം, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില എത്ര വേണം. നമുക്കാദ്യം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം. നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരക പൗഡർ, ക്യുമിൻ പൗഡർ, അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്ര ആഡ് ചെയ്യുക. കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂറിലേക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം. പച്ചമുളക് കറിവേപ്പില ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സവാള അതോട് ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് സിമ്മറിൽ വെക്കാം. ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. സോൾട്ട് ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സോത്തേ കിട്ടും. നമ്മൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വയറ്റി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തു. നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇത്ര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്യുക. നമ്മുടെ ഈ മസാലയുടെ മണം മാറുന്നവരെ സോത്ത് ചെയ്യുക. അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോത്ത് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറോട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലേശം വെള്ളം, ഏകദേശം ഇത് കവർ ചെയ്യുന്ന ആ ടൈപ്പിൽ ഒരു വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് കവർ ചെയ്ത് വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാം. നമ്മളിതൊന്ന് സിമ്മറിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് തേങ്ങ എടുത്ത് ഒരു പാനിലൊന്ന് സോത്ത് ചെയ്യാം. സോത്ത് ചെയ്യുമ്പോൾ നമ്മളിതിലൊരു മസാല ആഡ് ചെയ്യുന്നില്ല. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മളിതിൽ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ കറിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പാനിൽ കടുക് താളിക്കണം. നമ്മുടെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ആഡ് ചെയ്തു, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്കൊരു 2 ചെറിയ ഉള്ളി തിന്നായിട്ട് അരിഞ്ഞ് അതോട് ആഡ് ചെയ്യാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.